ഫ്രണ്ട്സ്, LDCയുടെ പ്രിലിമിനറി ടോപ്പിക്കിലുള്ള വ്യോമഗതാഗതത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആദ്യമായി വിമാനം കണ്ടുപിടിച്ചതും വിമാനം പറത്തിയതും 1903 ഡിസംബർ 17 റൈറ്റ് സഹോദരന്മാരാണ്. ആദ്യമായി വിമാനം കണ്ടുപിടിച്ചതും വിമാനം പറത്തിയതും റൈറ്റ് സഹോദരന്മാരാണ് 1903 ഡിസംബർ 17. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലണ്ടനിലുള്ള ക്രോയ്ഡോൺ വിമാനത്താവളം. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലണ്ടനിലുള്ള ക്രോയ്ഡോൺ വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം. സൗദി അറേബ്യയിലെ ദമാമിൽ സ്ഥിതി ചെയ്യുന്ന കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ലണ്ടനിലെ ക്രോയ്ഡോൺ വിമാനത്താവളമാണ്. എന്നാൽ നോട്ട് ചെയ്യുക, ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം ചോദിച്ചാൽ സൗദി അറേബ്യയിലെ ദമാമിലുള്ള കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ്. ബ്രിട്ടനിലെ ഇംപീരിയൽ എയർവേസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനി. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ബ്രിട്ടനിലുള്ള ഇംപീരിയൽ എയർവേസ്. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് IATA. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ് വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസി. IATA, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. IATAയുടെ ആസ്ഥാനം ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാനഡയിലെ മോൺട്രിയലിലാണ്. ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യമാണ് USA. ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യമാണ് USA. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. വ്യോമഗതാഗതത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യമായി വിമാനം കണ്ടുപിടിച്ചതും വിമാനം പറത്തിയതും 1903 ഡിസംബർ 17 റൈറ്റ് സഹോദരന്മാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം. സൗദി അറേബ്യയിലെ ദമാമിൽ സ്ഥിതി ചെയ്യുന്ന കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ക്രോയ്ഡോൺ വിമാനത്താവളമാണ്. ലണ്ടനിലെ ക്രോയ്ഡോൺ വിമാനത്താവളമാണ് ആദ്യത്തേത്. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ഇംപീരിയൽ എയർവേസ്. ബ്രിട്ടനിലാണ് ഇംപീരിയൽ എയർവേസ്. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് IATA, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാനഡയിലെ മോൺട്രിയലിലാണ്. ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യമാണ് USA. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചെടുക്കാം. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ, ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായത് ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവാണ് JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യ വിമാന സർവീസാണ് 1932 ടാറ്റ എയർലൈൻസ്. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. നോട്ട് ചെയ്യാം, ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനിയാണ് 1932 ടാറ്റ എയർലൈൻസ്.
ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത് JRD ടാറ്റയാണ്. ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റിയ വർഷം നോട്ട് ചെയ്യാം. 1946 1946 ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റിയത്. എയർ ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എയർ ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എയർ ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമാണ് കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത പറക്കുന്ന അരയന്നം. കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത പറക്കുന്ന അരയന്നമാണ് ഔദ്യോഗിക ചിഹ്നം. ഭാഗ്യചിഹ്നം മഹാരാജയാണ്. ഭാഗ്യചിഹ്നം മഹാരാജയാണ്. ഔദ്യോഗിക ചിഹ്നം കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത പറക്കുന്ന അരയന്നമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക. എയർ ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഭാഗ്യചിഹ്നമാണ് മഹാരാജ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഔദ്യോഗിക ചിഹ്നമാണ് കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത പറക്കുന്ന അരയന്നം. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവാണ് JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനിയാണ് 1932 ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത് JRD ടാറ്റയാണ്. ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റിയ വർഷം 1946 എയർ ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എയർ ഇന്ത്യയുടെ ഭാഗ്യചിഹ്നമാണ് മഹാരാജ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. എയർ ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. എയർ ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നം ചോദിച്ചാൽ കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത പറക്കുന്ന അരയന്നമാണ്. ഇന്ത്യയുടെ ആദ്യകാല ദേശീയ വിമാന കമ്പനികളാണ് ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ എന്നിവ. ഇന്ത്യയുടെ ആദ്യകാല ദേശീയ വിമാന കമ്പനികളാണ് ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. നോട്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയാണ് എയർ ഡെക്കാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയാണ് എയർ ഡെക്കാൻ. എയർ ഡെക്കാനെ ഏറ്റെടുത്ത വിമാന കമ്പനിയാണ് കിങ് ഫിഷർ എയർലൈൻസ്. എയർ ഡെക്കാനെ ഏറ്റെടുത്ത വിമാന കമ്പനിയാണ് കിങ് ഫിഷർ എയർലൈൻസ്. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനത്തിന്റെ പേരാണ് മലബാർ പ്രിൻസസ്. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനത്തിന്റെ പേരാണ് മലബാർ എക്സ്പ്രസ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യയുടെ ആദ്യകാല ദേശീയ വിമാന കമ്പനികൾ നമ്മൾ പഠിച്ചു. ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ എന്നിവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയാണ് എയർ ഡെക്കാൻ. എയർ ഡെക്കാനെ ഏറ്റെടുത്ത വിമാന കമ്പനിയാണ് കിങ് ഫിഷർ എയർലൈൻസ്. എയർ ഡെക്കാനെ ഏറ്റെടുത്ത വിമാന കമ്പനിയാണ് കിങ് ഫിഷർ എയർലൈൻസ്. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനത്തിന്റെ പേരാണ് മലബാർ പ്രിൻസസ്. വ്യോമഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1911. 1911 വ്യോമഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ചത്. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 മാർച്ച് 8. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്, നോട്ട് ചെയ്യാം. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 മാർച്ച് 8. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ച വർഷം 1953. PYQ ആണ്, നോട്ട് ചെയ്യുക. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ചത് 1953.
ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയ വർഷം. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസായ എയർ ഇന്ത്യ തുടങ്ങിയ വർഷം 1960 ജനുവരി 21-നാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയത് 1960 ഫെബ്രുവരി 21-നാണ്. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി AERA നിലവിൽ വന്ന വർഷം 2009-ലാണ്. 2009-ലാണ് എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നത്. ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. 1992-ൽ ആരംഭിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണ് ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനി. നോട്ട് ചെയ്യാം, ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് 1992-ൽ ആരംഭിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ജെറ്റ് എയർവേസ്. അപ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് 1992-ൽ ആരംഭിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ജെറ്റ് എയർവേസ്. പറഞ്ഞു നോക്കാം. വ്യോമഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1911-ലാണ്. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 മാർച്ച് 8-നാണ്. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ച വർഷം 1953-ൽ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയ വർഷം 1960 ഫെബ്രുവരി 21-നാണ്. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി AERA നിലവിൽ വന്നത് 2009-ലാണ്. ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. 1992-ൽ ആരംഭിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ജെറ്റ് എയർവേസ്. ജെറ്റ് എയർവേസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ്. ഇനി വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആപ്തവാക്യങ്ങൾ, സ്ലോഗൻസ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. എയർ ഇന്ത്യയുടെ ആപ്തവാക്യമാണ് യുവർ പാലസ് ഇൻ ദ സ്കൈ. എയർ ഇന്ത്യയുടെ ആപ്തവാക്യമാണ് യുവർ പാലസ് ഇൻ ദ സ്കൈ. ജെറ്റ് എയർവേസിന്റെ ആപ്തവാക്യമാണ് ദി ജോയ് ഓഫ് ഫ്ലൈയിങ്. ജെറ്റ് എയർവേസിന്റെ ആപ്തവാക്യമാണ് ദി ജോയ് ഓഫ് ഫ്ലൈയിങ്. എയർ ഡെക്കാണിന്റെ ആപ്തവാക്യമാണ് സിംപ്ലി ഫ്ലൈ. എയർ ഡെക്കാണിന്റെ ആപ്തവാക്യമാണ് സിംപ്ലി ഫ്ലൈ. എയർ ഏഷ്യയുടെ ആപ്തവാക്യമാണ് നൗ എവരിവൺ ക്യാൻ ഫ്ലൈ. എയർ ഏഷ്യയുടെ ആപ്തവാക്യമാണ് നൗ എവരിവൺ ക്യാൻ ഫ്ലൈ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആപ്തവാക്യമാണ് സിംപ്ലി പ്രൈസ്ലെസ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആപ്തവാക്യമാണ് സിംപ്ലി പ്രൈസ്ലെസ്. സ്പൈസ് ജെറ്റിന്റെ ആപ്തവാക്യമാണ് റെഡ് ഹോട്ട് സ്പൈസി ഫ്ലൈയിങ് ഫോർ എവ്രി വൺ. സ്പൈസ് ജെറ്റിന്റെ ആപ്തവാക്യമാണ് റെഡ് ഹോട്ട് സ്പൈസി ഫ്ലൈയിങ് ഫോർ എവ്രി വൺ. അപ്പം എയർ ഇന്ത്യ, ജെറ്റ് എയർവേസ്, എയർ ഡെക്കാൻ, എയർ ഏഷ്യ, എയർ ഇന്ത്യ എക്സ്പ്രസ്, സ്പൈസ് ജെറ്റ് എന്നിവയുടെയൊക്കെ ആപ്തവാക്യമാണ്. ഒന്ന് പറഞ്ഞു നോക്കാം. എയർ ഇന്ത്യയുടെ ആപ്തവാക്യമാണ് യുവർ പാലസ് ഇൻ ദ സ്കൈ. ജെറ്റ് എയർവേസിന്റെ ആപ്തവാക്യമാണ് ദി ജോയ് ഓഫ് ഫ്ലൈയിങ്. എയർ ഡെക്കാനിന്റെ ആപ്തവാക്യമാണ് സിംപ്ലി ഫ്ലൈ. എയർ ഏഷ്യയുടെ ആപ്തവാക്യമാണ് നൗ എവരിവൺ ക്യാൻ ഫ്ലൈ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആപ്തവാക്യമാണ് സിംപ്ലി പ്രൈസ്ലെസ്. സ്പൈസ് ജെറ്റിന്റെ ആപ്തവാക്യമാണ് റെഡ് ഹോട്ട് സ്പൈസി ഫ്ലൈയിങ് ഫോർ എവ്രി വൺ. അപ്പോൾ ആപ്തവാക്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് നമുക്കറിയാം ഡൗ ചെങ് യാഡിങ്. ടിബറ്റിലെ ഡൗ ചെങ് യാഡിങ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് കുഷോക് ബോക്ചുലാർ റിംപോച്ചെ വിമാനത്താവളം. ലഡാക്കിലെ ലേയിൽ സ്ഥിതി ചെയ്യുന്ന
കുഷോക് ബാക്കുല റിംപോച്ചെ വിമാനത്താവളമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലെ ടൗചെങ് യാർഡിലാണ്. ടൗചെങ് യാർഡിങ്ങിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്യുക, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് ലഡാക്കിലെ ലേയിൽ സ്ഥിതി ചെയ്യുന്ന കുഷോക് ബാക്കുല റിംപോച്ചെ വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്, ടൗചെങ് യാർഡിങ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. നോട്ട് ചെയ്യാം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് ലഡാക്കിലെ ലേയിൽ സ്ഥിതി ചെയ്യുന്ന കുഷോക് ബാക്കുല റിംപോച്ചെ വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ടാണ് ടിബറ്റിലുള്ള ടൗചെങ് യാർഡിങ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളവും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. ദക്ഷിണ ധ്രുവത്തിൽ പെർമനന്റ് എയർപോർട്ട് സ്ഥാപിക്കുന്ന ആദ്യ രാജ്യമാണ് ചൈന. നോട്ട് ചെയ്യാം, ദക്ഷിണ ധ്രുവത്തിൽ പെർമനന്റ് എയർപോർട്ട് സ്ഥാപിക്കുന്ന ആദ്യ രാജ്യം ചൈനയാണ്. ദക്ഷിണ ധ്രുവത്തിൽ പെർമനന്റ് എയർപോർട്ട് സ്ഥാപിക്കുന്ന ആദ്യ രാജ്യമാണ് ചൈന. ചരക്കുനീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ. ചരക്കുനീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനി. നോട്ട് ചെയ്യാം, ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനി എന്ത് നടത്തുന്നത്? ചരക്കുനീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ. കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് ഉഡാൻ. ഉഡേ ദേശ് കാ ആം നാഗരിക്. ഉഡാൻ കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് ഉഡാൻ. ഉഡേ ദേശ് കാ ആം നാഗരിക് എന്നാണ് ഉഡാന്റെ പൂർണ്ണരൂപം. ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളം. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരുവിലാണ്. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ച 100ാമത്തെ വിമാനത്താവളമാണ് പാക്യോങ് എയർപോർട്ട്. സിക്കിമിലെ ആദ്യത്തെ വിമാനത്താവളം കൂടിയായ പാക്യോങ് എയർപോർട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ച 100ാമത്തെ വിമാനത്താവളം. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ച 100ാമത്തെ വിമാനത്താവളമാണ് പാക്യോങ് എയർപോർട്ട്. സിക്കിമിലെ ആദ്യത്തെ വിമാനത്താവളം കൂടിയാണ് ഇത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനിലാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനിലാണ്.
എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത് 1995 ഏപ്രിൽ 1-നാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത് 1995 ഏപ്രിൽ 1-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണെന്ന്. അത് കൺഫ്യൂഷൻ ആവരുത്, അതൊന്ന് നോട്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏതെന്ന് മാത്രമാണെങ്കിൽ സ്വകാര്യ വരുന്നില്ലെങ്കിൽ സ്വകാര്യ എയർപോർട്ടാണ് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലുള്ളത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ചോദിച്ചാൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ദക്ഷിണ ധ്രുവത്തിലെ പെർമനന്റ് എയർപോർട്ട് സ്ഥാപിക്കുന്ന ആദ്യ രാജ്യമാണ് ചൈന. ചരക്കുനീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ. കുറഞ്ഞ നിരക്കിൽ വിമാനയാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് ഉഡാൻ. ഉഡേ ദേശ് കാ ആം നാഗരിക്. ഉഡാൻ. ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളമാണ് കെംപെഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. കെംപെഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുവിലാണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 100ാമത്തെ വിമാനത്താവളമാണ് പാക്യോങ് എയർപോർട്ട്. പാക്യോങ് എയർപോർട്ടാണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 100ാമത്തെ എയർപോർട്ട്. സിക്കിമിലെ ആദ്യ വിമാനത്താവളം കൂടിയാണ് പാക്യോങ് എയർപോർട്ട്. അതൊന്ന് നോട്ട് ചെയ്യാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനിലാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവൻ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത് 1995 ഏപ്രിൽ 1-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇതിനൊപ്പം നോട്ട് ചെയ്യുക, കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ആണെങ്കിൽ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ്. ഇനി വിമാനത്താവളങ്ങളുടെ പുതുക്കിയ പേരുകളാണ്. അതൊന്ന് നമുക്ക് പഠിച്ചെടുക്കാം. എക്സാമുകളിൽ ചോദിക്കുന്നവയാണ്, ഇനി ചോദിക്കാനും സാധ്യതയുണ്ട്. മുംബൈ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് ഛത്രപതി ശിവജി മഹാരാജാസ് അന്താരാഷ്ട്ര വിമാനത്താവളം. മുംബൈ വിമാനത്താവളത്തിന്റെ പുതുക്കിയ പേരാണ് ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം. അഗർത്തല എയർപോർട്ടിന്റെ പുതിയ പേരാണ് മഹാരാജ ബീർ ബിക്രോം മാണിക്യ കിഷോർ എയർപോർട്ട്. അഗർത്തല എയർപോർട്ടിന്റെ പുതിയ പേരാണ് മഹാരാജ ബീർ ബിക്രോം മാണിക്യ കിഷോർ എയർപോർട്ട്. മുൻ പ്രധാനമന്ത്രി A.B. വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച എയർപോർട്ടാണ് ജോളി ഗ്രാൻഡ് എയർപോർട്ട്. ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് എയർപോർട്ടാണ് മുൻ പ്രധാനമന്ത്രി A.B. വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച എയർപോർട്ട്. പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് വീർ സവർക്കർ എയർപോർട്ട്. പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് വീർ സവർക്കർ എയർപോർട്ട്. ബാംഗ്ലൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് കെംപെഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ബാംഗ്ലൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് കെംപെഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇതിനെക്കുറിച്ചുള്ള സ്പെഷ്യാലിറ്റി നമ്മളിപ്പോൾ പഠിച്ചേയുള്ളൂ. എന്തായിരുന്നു അത്? ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളം കൂടിയാണ് അല്ലേ. ഡം ഡം വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. ഡം ഡം വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. പറഞ്ഞു നോക്കാം. വിമാനത്താവളത്തിന്റെ പുതിയ പേരുകളാണ്. മുംബൈ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം. അഗർത്തല എയർപോർട്ടിന്റെ പുതിയ പേരാണ് മഹാരാജ ബീർ ബിക്രോം മാണിക്യ കിഷോർ എയർപോർട്ട്. മുൻ പ്രധാനമന്ത്രി A.B. വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച എയർപോർട്ടാണ്
ജോളി ഗ്രാൻഡ് എയർപോർട്ട്. പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് വീർ സവർക്കർ എയർപോർട്ട്. ബാംഗ്ലൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് കെംപെഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ഡം വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. നമ്മൾ ഇന്ന് പഠിച്ചത് ഗതാഗതവുമായി ബന്ധപ്പെട്ട് വ്യോമഗതാഗതത്തെക്കുറിച്ചാണ്. വ്യോമഗതാഗതത്തിൽ തന്നെ ലോകവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകളും ഇന്ത്യയുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നാം ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിലെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകൾ പഠിച്ചെടുക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്യുക. താങ്ക്